ഹലോ! എല്ലാരും അടിപൊളിയല്ലേ? പിന്നെയില്ലേ, ഈ വീഡിയോ ഞാൻ ചെയ്യണത് എൻ്റെ അടുത്ത് ലോങ് വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ട്ടോ. ആൻഡ് ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയണെ, വലിയ എന്തൊക്കെയൊക്കെ കിട്ടിയ മാതിരത്തെ ഒരു പ്രതീതിയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണെ. അപ്പോൾ എന്തായാലും നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു 4 മണിയാകുമ്പോഴാണ് ട്ടോ. 4 ടു 4:15 ഇടയിൽ എഴുന്നേൽക്കാറുണ്ട്. കാരണം എങ്കിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. രാവിലെ എഴുന്നേറ്റ് നോർമൽ മനുഷ്യന്മാരെ പോലെയുള്ള റുട്ടീനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അങ്ങോട്ട് നമ്മളുടെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നാട്ടിലെ സമയം ഒരു 6:30 തോന്നുന്നു യോഗ ക്ലാസ് തുടങ്ങണത്. ഇവിടെ 4:45 ഞാനത് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഐഷുവിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വെച്ചെങ്കിലാണ് എനിക്ക് 6 മണിക്ക് അവളെ എണീപ്പിച്ച് എനിക്ക് സ്കൂളിൽ വിടാൻ വേണ്ടി പറ്റുള്ളൂ. 6:30ക്കാണ് അവൾക്ക് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ എനിക്ക് 5:45 വരെ യോഗ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് സുബഹി നിസ്കരിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോണേ. ഒരറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ സ്കൂൾ ബസ് മിസ്സാവും, എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ രാവിലത്തെ യോഗയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഏജ് കൂടുമ്പോൾ ഇല്ലേ, ശരിക്കും നമ്മളുടെ ഔട്ട്ലുക്ക് വൈസ് നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര യങ്ങാണല്ലോ, ഇപ്പോഴും ജീൻസും ടീഷർട്ട്സും ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. യെസ്, ഈ ഡ്രസ്സൊക്കെ നമുക്ക് ഫിറ്റ് ആവും. പക്ഷേ നമ്മളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിനുണ്ടല്ലോ, നമ്മളുടെ ബോഡി മൂവ് ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ഞാൻ ചെയ്യണ്ടല്ലോ, പക്ഷേ അതൊന്നും ആവശ്യത്തിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറച്ച് സമയം അങ്ങോട്ട് മാറ്റി വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ശരിക്കും എൻ്റെ ഒരു വർക്ക് ഷെഡ്യൂൾ എന്ന് പറയണേ, മോർണിംഗ് 7:30 വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈവനിങ് ഒരു 8:30 ഞാൻ വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിനിടയിൽ കുറേ ട്രാഫിക്കിൽ കിടക്കും, പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ. അതിനിടയിലും ഞാൻ ഈ സമയം കണ്ടെത്താനുള്ള കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായതിനെ കൊണ്ടാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിൽ കൂടിയൊക്കെ ഞാൻ പോയി, അങ്ങനെ എനിക്ക് മനസ്സിലായതിനെ കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുമ്പോഴേ, ഇപ്പോൾ ഞാൻ ഒരുപാട് ലഞ്ച് ബോക്സസ് കാണുമ്പോൾ എല്ലാവരും ചോക്ലേറ്റ്സും കേക്ക്സും അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തു വിടുന്നത് കാണലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പാക്കറ്റിൽ വരുന്ന ഫുഡൊക്കെ ഇല്ലേ, കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ മക്കൾക്ക് അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യണേന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വൺസ് ഞാൻ അടുക്കളയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അങ്ങോട്ട് ഒതുക്കും. ഇതെൻ്റെ അയൺ കടായാണ് കേട്ടോ. ഇത് ഒത്തിരി വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ഏകദേശം ചിലപ്പോൾ ഒരു 100 വർഷത്തിന് മേളിലുണ്ടാവും. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ സംഭവം. ശരിക്കും നോൺ സ്റ്റിക്ക് മാതിരിയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, ഭയങ്കര രസമാണത് യൂസ് ചെയ്യാനായിട്ടും. അപ്പോൾ അത് അതിൻ്റെ വിശേഷം പറഞ്ഞ് അങ്ങോട്ട് പോയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മളുടെ പഴം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഏതെങ്കിലും ഞാലിപ്പൂവൻ പഴമോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫിലിപ്പിനോ പഴമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും പഴം വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. പഴം, ഒരു നുള്ളി ശർക്കര, അതിനകത്തേക്ക് ഇത്തിരി ഉപ്പ്, അതിനകത്ത് ഗോതമ്പ് പൊടിയോ റാഗീൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മുട്ട, പിന്നെ ലിക്വിഡ് ആക്കേണ്ട അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാലും ചേർത്ത് കൊടുക്കാം. ഇന്ന് എൻ്റെ അടുത്ത് പാലില്ലാത്തതിനെ കൊണ്ട് പിന്നെ 2 പഴം ചേർത്തതിനെ കൊണ്ടാണ് പിന്നെ ഞാൻ അതിനകത്ത് പാല് ചേർക്കാത്തത്. എന്നിട്ട് അതങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഒരു തവയിലേക്ക് കോരി ഒഴിച്ചിട്ട് ഇത്തിരി നെയ്യും കൂടി തൂവി കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഭയങ്കര ഹെൽത്തിയുമാണ്, ന്യൂട്രീഷ്യസും ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ അമ്മമാർക്കൊരു ഫീൽ ഉണ്ടാവില്ലേ, എൻ്റെ കുട്ടിക്ക് ഞാൻ അടിപൊളി സാധനം കൊടുത്തു വിട്ടേന്ന്, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു ലെസ് ദാൻ 5 to 10 മിനിറ്റ്സിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് തിരിച്ചും മറിച്ചു വിടുന്ന സമയത്താണ് ഞാൻ അവൾക്ക് ബ്രഞ്ച് സെറ്റ് ചെയ്യാം. മോൾക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ഒരു ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിൽ അവർ എന്തെങ്കിലും ഫ്രൂട്ട്സോ സ്നാക്സോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആ സമയത്ത് പ്രിഫർ ചെയ്യണത് എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുത്തു വിടാനാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് നല്ല വിശന്നിട്ടുണ്ടാവും. അപ്പോൾ അവൾ നല്ലോണം ചോറൊക്കെ കഴിച്ച് കറികളൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുത്തു വിടൽ കേട്ടോ. ഇന്നിപ്പോൾ ഗ്രേപ്സും കുറച്ച് നട്ട്സും പിന്നെ ഒരു ഡേറ്റ്സും കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പാൻ കേക്കും കൂടി ആയപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി. ഇനി അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിനെ വിളിച്ചെണീപ്പിക്കലാണ് കേട്ടോ.
പിന്നെ ഈ ഒരു സമയം കുറച്ചും കൂടി കുട്ടികൾക്ക് യൂസ്ഡ് ആവും. അപ്പോൾ അത് യൂസ്ഡ് ആവണതിനെ കൊണ്ട് വലിയ കരച്ചിലും പിഴിച്ചിലും ഒന്നുമില്ല. പക്ഷേ രാത്രി എങ്ങാനും ഒരു 10:30, 11 മണിയൊക്കെ ആയിട്ട് കിടക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം തീരാത്തതിൻ്റെ ചീമൂട് കാണും. പക്ഷേ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഒരു 9:30, 9:45 അവളെ ഞാൻ ഉറക്കിയിട്ടുണ്ട് എന്ന് ഞാൻ എപ്പോഴും ഉറപ്പിക്കാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം എനിക്ക് തന്നെ പണിയാണ്. അങ്ങനെ കുഞ്ഞുമണീനെ റെഡിയാക്കി അവളെ സ്കൂളിലേക്ക് അയച്ചു. ഇനി അടുത്തത് എനിക്ക് ഓഫീസിൽ പോകാന്നുള്ളതാണ്. അതിന് മുമ്പ് ഈ ഒരു തിരക്കിനിടയിൽ ഒരു 5 മിനിറ്റ് എനിക്കായിട്ടൊന്നും ഇരുന്നില്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയുക ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഞാൻ എന്നെ കെയർ ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ തോന്നും കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ കെയർ ചെയ്തില്ലെങ്കിലോ നമ്മളുടെ ചുറ്റുമുള്ള ആർക്കും നമുക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ പറ്റൂല. നമ്മൾ ഓൾവേസ് ലൈക്ക് എനിക്കൊരു സമാധാനം ഇല്ലല്ലോ, എനിക്കൊരു സന്തോഷമില്ലല്ലോ, ഇങ്ങനത്തെ ഒരു മൂഡിലായിരിക്കും നമ്മൾ ഫുള്ളായിട്ടുണ്ടാവുക. അതിനെക്കൊണ്ട് നമ്മളൊരു ഇച്ചിരി സമയം നമുക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ രാവിലെ ഈ ചൂടുവെള്ളം കുടിക്കുന്ന സമയമാണ് എൻ്റെ സമയം എന്ന് പറയുന്നത്. ആ ചൂടുവെള്ളമൊക്കെ എടുത്ത് എൻ്റെ ബാൽക്കണിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും, പുറത്തേക്ക് നോക്കി. വിൻ്റർ ആവുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഈ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വരും. പക്ഷേ സമ്മറിൽ നമുക്കത് വെറും ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഫോണും യൂസ് ചെയ്യില്ല, ആരെയും വിളിക്കുകയില്ല, വാട്സപ്പോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാമോ ഒന്നും ഞാൻ ചെക്ക് ചെയ്യില്ല കേട്ടോ. കാരണം ഈ സമയം എനിക്ക് എൻ്റേതായിട്ടുള്ളതാണ്. എൻ്റെ ബ്രെയിനിനെ ഒന്ന് കാമാക്കാൻ, ക്വയറ്റാക്കാൻ, ഇന്നലകളെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കാൻ, ഇന്നത്തെ പ്ലാൻസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ, അങ്ങനെ നമ്മൾ റിഫ്രഷ് ആവണ ഒരു സമയമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ് കേട്ടോ. ഈ ജേർണലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യണത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഈ പഠിച്ചവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന് കയ്യിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലകളിൽ നമ്മളുടെ ബോധത്തിനനുസരിച്ചാണല്ലോ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും, അന്നൊരു ബിസിനസ് തുടങ്ങണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് ഇന്നൊരു ജോലി ഉണ്ടാവും. പഠിച്ചവനെ എനിക്ക് നല്ലൊരു മോളെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, നമുക്കതുപോലൊരു മോളെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഓരോ കാര്യത്തിനും നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴാണ് പഠിച്ചോൻ വീണ്ടും വീണ്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യവും ഞാൻ കേട്ടിട്ടുള്ള കാര്യവും അങ്ങനെയാണ്. സോ അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഈ വീട്ടിൽ നല്ല സ്മെല്ല് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ മെമ്മറിയൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ, അതുപോലെ നമ്മളുടെ ബോഡീനെയും മനസ്സിനെയും ഒന്ന് കാമാക്കാനും ഒക്കെ ഈ നല്ല ഒരു സ്മെല്ലിന് പറ്റും കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് അരോമ തെറാപ്പി. അത് നമുക്കിപ്പോൾ ഒരു എസെൻഷ്യൽ ഓയിലോ അതല്ലെങ്കിൽ എന്താ പറയുക ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാലും മതി, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. പക്ഷേ എനിക്ക് എല്ലാ ചന്ദനത്തിരിയും പേടിയാണ് കേട്ടോ. എനിക്കെന്തോ ഒരു മരിച്ച വീട്ടിലെ സ്മെല്ല് തോന്നും ഈ ചന്ദനത്തിരിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, നമ്മൾ ബെഡൊന്ന് വിരിച്ചിടും പെട്ടെന്ന്. എത്ര സെക്കൻഡ് വേണം ഒരു ബെഡ് വിരിക്കാൻ? ഒരു 10 സെക്കൻഡ് മതി. ഈ 10 സെക്കൻഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞാണല്ലോ ആ ദിവസത്തിലെ ഏറ്റവും വലിയ കുറേ കാര്യങ്ങൾ ചെയ്ത മാതിരിയാണ്. പിന്നെ ഡ്രസ്സ് മാറി വന്നിട്ട് ഒന്ന് പുട്ടിയടിച്ച് ഓഫീസിൽ പോവാം. ഈ ഓഫീസിൽ പോകുന്നതിനെ കൊണ്ട് എന്തായാലും ഒന്ന് വൃത്തിയാവാണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരുപാട് സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും നോക്കുന്ന ആളല്ല കേട്ടോ. പക്ഷേ ബേസിക്കലി ഇവിടെ ഭയങ്കര ചൂടായതിനെ കൊണ്ട് എന്തായാലും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ പറ്റുന്ന ദിവസങ്ങളിലേക്ക് ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷനും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കൺസീലറൊക്കെ വെച്ചിട്ട് അങ്ങ് ഇതാക്കലാണ്. പിന്നെ കുറേ പാടും അങ്ങനെയുള്ള ഒരു സ്കിന്നല്ല എൻ്റേത്. സോ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ കണ്ണെഴുതാറുള്ളൂ. അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഒന്നുകൂടി കഴിയുമ്പോഴത്തേക്കും ആകെ പാടെ ഒരു കണ്ണൊക്കെ കരിയായിട്ട് ആകെ ഒരുമാതിരിയായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മളുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കലാപരിപാടി തീർന്നു. ഏറ്റവും വലിയ പാട് ഈ ഡ്രസ്സ് എടുക്കലാണ്. പണ്ടൊക്കെ എൻ്റെ ഉമ്മേൻ്റെ അടുക്ക് പറയുമായിരുന്നു കേട്ടോ, നിനക്കൊക്കെ ശരിക്കും 2 ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ ഇന്ന് ഒരെണ്ണം ഇടുന്നു നാളെ വരണം ഇടുന്നു, ഒരു ചോയ്സ് ഇല്ലല്ലോ. അങ്ങനെ ഇതിപ്പോൾ എന്താ ഇന്നെന്താ ഇടണം ഇന്നെന്താ ഇടണം എന്ന് 2 ദിവസം മുമ്പോട്ട് ചിന്തിച്ചു തുടങ്ങണമെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ബോഡിയിലേക്ക് ഒരുപാട് ഹഗ് ചെയ്ത് എടുക്കുന്ന ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം, എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം. ഭയങ്കര സീക്വൻസോ കല്ലുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ഉള്ള ഡ്രസ്സ് ഇടാൻ എനിക്ക് ഇച്ചിരി പാടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈയിടെയായിട്ട് നല്ലോണം തിന്ന് എന്താ പറയുക ഒരു ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു അണ്ടാവ് ഞാനിപ്പോൾ എൻ്റെ വയറ്റിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആ അണ്ടാവിനെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു കരിക്കിൻ്റെ വെള്ളമാണ് കുടിക്കുക.
പിന്നെ ആ കരിക്കിൻ്റെ ഉള്ളിലുള്ളതും എല്ലാം കൂടി എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, വയറ് നല്ലോണം ഫില്ലാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയിൽ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ ലഞ്ച് കഴിക്കും. പിന്നെ ഈവനിങ്ങിൽ കുറച്ച് നട്ട്സ് കഴിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. രാത്രിയൊക്കെ ഭയങ്കര വിശക്കാണെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യുക്യൂംബേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കുറേ കഴിക്കുന്ന ഒരു സ്വഭാവം ഞാനിപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മോഡറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഒന്നുകിൽ അറ്റ് ദ കോർ അല്ലെങ്കിൽ ഇവിടെ. അതായത് എന്താ പറയുക, ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും ഡയറ്റ്, അതല്ലെങ്കിൽ ഒട്ടും ഫോളോ ചെയ്യാണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇതിനിടയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്നെ പ്രിപ്പയർ ആക്കി അതിനൊന്ന് സെറ്റാക്കാനുള്ള പ്രോസസ്സിലാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ. ഇത് ഒരുപാട് സമയം എടുക്കും, പക്ഷേ എന്നാലും കുഴപ്പമില്ല രാമൻകുട്ടി, എന്നെങ്കിലും നമ്മൾ നന്നാവും. അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7:25 ആയിട്ടുണ്ടാവും. അങ്ങനെ ഓഫീസിൽ പോയി, ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇടയിൽ ലഞ്ചൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മളൊന്ന് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ വന്നു. ഈ വീക്കെൻഡ് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ ഒരുപാട് ക്യാഷിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അവോക്കാഡോസൊക്കെ നല്ലത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 25-26 ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് മിനിമം വരുന്നത്. പക്ഷേ ഫ്രൂട്ട്സ് മാർക്കറ്റിലാണെങ്കിൽ നമുക്കൊരു 10 ദിർഹമിന് കിട്ടും. അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഐഷുക്കുട്ടി നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കണ പോലത്തെ ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ ബ്രഞ്ചിൻ്റെ സമയത്താണെങ്കിലും ഈവനിങ് വരുമ്പോഴാണെങ്കിലും ഒക്കെ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ നല്ലോണം കഴിക്കലുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തെടുത്ത് വെച്ചില്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. കാരണം അതങ്ങനെ ചീത്തയായി പോകണ കാണുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളിലും അല്ലെങ്കിൽ വെക്കേണ്ട പോലെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിലും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് മാനേജ് ചെയ്യാമെന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടികളെല്ലാം തീർത്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോൾ നാളേക്ക് ഞാൻ മാറ്റി വെച്ചു എന്നിരിക്കട്ടെ, ആര് ചെയ്യും? ഞാൻ തന്നെ ചെയ്യും, വേറെ ആരും ചെയ്യാനില്ലേ. അതിനെക്കൊണ്ട് എന്താ പറയുക, ഇടയ്ക്ക് ഐഷുവിൻ്റെ ഹെൽപ്പൊക്കെ ചോദിക്കും. പക്ഷേ തോന്നിയ നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ ആ മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ എന്താല്ലേ, വാട്ട് വി ക്യാൻ എക്സ്പെക്റ്റ്. പക്ഷേ എന്താ പറയുക, ചില സമയത്തൊക്കെ കൂടെ കിട്ടാം. അത് ഞാൻ മനഃപൂർവ്വം ഭയങ്കരമായിട്ട് ചിലപ്പോൾ കാര്യങ്ങളിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയമെങ്കിലും വേറെ ഒന്നിലും വാശി പിടിക്കാണ്ട് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കുമല്ലോ. പിന്നെ TV, മൊബൈൽ ഇതൊക്കെ എന്ന് പറയുന്നത് കാണാൻ കൊടുക്കൽ വീക്കെൻഡിൽ മാത്രമാണ് കേട്ടോ. ഒരു സാറ്റർഡേ തൊട്ട് സൺഡേ ഈവനിങ് വരെ എന്താ പറയുക, ഒരു ഘോഷയാത്രയായിട്ട് അവൾ TVയും ഫോണും എല്ലാം കാണലുണ്ട്. പക്ഷേ വീക്ക് ഡേയ്സിൽ ഞാനത് അത്ര അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. പിന്നെ ഇത്തവണ ഒരു സീതാഫലം കിട്ടി. ഓ എൻ്റെ പഠിച്ചോനെ, പണ്ട് ഇതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു, നിറയെ ഉണ്ടാവുമായിരുന്നു. എന്തൊരു മധുരമായിരുന്നെന്നറിയോ, എൻ്റെ ഉമ്മച്ചി വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വാപ്പിക്കൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ തോന്നുമ്പം എല്ലാം അങ്ങോട്ട് വെട്ടി നശിപ്പിക്കും. ആ കൂട്ടത്തിൽ ആ സീതാഫലം അങ്ങോട്ട് വെട്ടി നശിപ്പിച്ചു. എന്തോ എന്തോ മതിലിന് എന്തോ പ്രശ്നമാണെന്നോ അതോ മണ്ണിന് എന്തോ പ്രശ്നം, എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങോട്ട് പോയി. പക്ഷെ നിറയെ കിട്ടുമായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു വീട്ടിലെ. പക്ഷെ ആ ഒരു ടേസ്റ്റിന് ഈ സംഗതി ഇപ്പം കിട്ടലില്ല. എന്നിരുന്നാലും ഇത് കണ്ടപ്പോൾ ഇന്ന് വാങ്ങിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു കൊതിക്ക് ഇതെല്ലാം കഴിച്ചു. അങ്ങനെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നാളെയാണ് നമ്മളുടെ കുക്കിങ്ങിൻ്റെ പരിപാടികളെല്ലാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. 2 ദിവസത്തേക്കുള്ള സാമ്പാർ എന്തായാലും വെക്കാൻ വേണ്ടിയിട്ടാണ് ആ മുരിങ്ങാക്കോലൊക്കെ എന്നെ കാത്തിരിക്കുന്നത്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഐഷമ്മയുടെ ബാഗ് ചെക്ക് ചെയ്യുക കേട്ടോ. അവളുടെ ഒരു ലഞ്ച് ബോക്സും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഓൾറെഡി ഡേ കയറുന്ന രീതി കഴുകി വൃത്തിയാക്കി ആയിരിക്കും ഇങ്ങോട്ട് വരിക. പക്ഷെ എന്നാലും ഞാനൊന്ന് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ലോണ്ട്രി ഉണ്ടാവും. അവൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ബാഗിൽ വെച്ച് തന്നെയാണ് വരിക. അപ്പോൾ സംഭവങ്ങളെല്ലാം അവൾ തന്നെ കൊണ്ടുവന്ന് ഇട്ടോളും. പിന്നെ അത് അടുത്ത ഏറ്റവും വലിയ പാടാണ് ഹോംവർക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ഇത്രയും ലേറ്റായിട്ട് അവൾ ഹോംവർക്ക് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ എത്രമാത്രം അവളും സ്ട്രെസ്ഡ് ആയിരിക്കും എന്ന്. പിന്നെ ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഒക്കെ അങ്ങ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പതുക്കെ വേർഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾ റീഡിംഗ് ഒക്കെ ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവൾ KG1 ഉള്ളൂ. പക്ഷേ എങ്കിൽ എന്താ പറയുക, പുള്ളിക്കാരിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാമെന്ന് പറയണത് എനിക്ക് തോന്നുന്നു പറ്റാത്തൊരു കാര്യം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളിക്കുമ്പോഴും മുടി ചീവുമ്പോഴും ഒക്കെ ഞാൻ ഓരോ പാട്ടുകൾ പോലെയും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ പോലെയും ഒക്കെ ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആണ് പുള്ളിക്കാർ ഓരോന്നും മെമ്മറൈസ് ചെയ്ത് വെക്കണതും കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് നോക്കിയാലാണല്ലോ തലയിൽ കയറുള്ളൂ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നോക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ ഇമെയിൽ അയക്കുകയാണ് ചെയ്യുക.
അപ്പോൾ എന്തെങ്കിലും ഇമെയിൽ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനത്ത് നോക്കിയിരിക്കേണ്ടി വരും പിന്നെ അത് കാണുമ്പോൾ. മോസ്റ്റ്ലി ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് മിസ്സാവാറുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്ക് നമ്മളങ്ങനെ ഓർക്കൂല. ചിലപ്പോൾ സ്പാമിലൊക്കെ പോയിട്ട് ഇമെയിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുകയും ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ശരിക്കും ഒരു വിഷമമൊക്കെ ആവും, അയ്യോ നമ്മുടെ കുട്ടി മാത്രമാണല്ലോ കൊണ്ടുപോകാണ്ട് പോയതെന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ പേരൻസിനെ പറ്റി ചിന്തിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ 3 മക്കളുള്ളതിനെ കൊണ്ടായിരിക്കാം ഒരാൾ ഹോംവർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട ഇതുമാതിരിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരാളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ എന്നുള്ള പോലെ നമുക്ക് നിൽക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അത് വേറൊരു കാര്യം. സോ ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ നമ്മളെ കുട്ടികളെ. പിന്നെ ഓരോന്നിനും ഓരോന്നിൻ്റെതായ രസങ്ങളുണ്ടാവും അല്ലേ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവുക, ഉറങ്ങുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നാളെ രാവിലെ ഈ സെയിം പോലെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് കുളിച്ചതിന് ശേഷമാണ് ആയിഷു പോയി കുളിക്കലും കാര്യങ്ങളുമൊക്കെ. അവൾ തന്നെ ഫ്രഷ് ആയിട്ട് വരും ഈവനിങ്ങിൽ. ഓൾറെഡി ഡേ കെയറിൽ തന്നെ കുളിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം 3 പ്രാവശ്യമാണ് പാവം കുട്ടി കുളിക്കുക. അപ്പോൾ അതിനെക്കൊണ്ട് അവൾ മേലൊക്കെ കഴുകിയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടി കുട്ടി സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ചെയ്യും. എനിക്ക് ഒരുപാട് സ്കിൻ കെയറൊന്നും ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വാരി അതും ഇതൊക്കെ തേച്ച് പണി വാങ്ങിക്കാൻ എനിക്ക് പേടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ തേക്കണ കാണുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര കൂടുതലാണെന്നാണ് കേട്ടോ. ഞാൻ രാത്രി ഒരു മോയ്സ്ചറൈസറും എന്തെങ്കിലും ഒരു സിറം അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ, നിറയെ വെള്ളം കുടിക്കും, എന്നിട്ട് അങ്ങോട്ട് ഉറങ്ങാം. അപ്പോൾ ശരി, ഇവിടം വരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, വിമർശനങ്ങളായാലും. അപ്പോൾ ശരി, വീണ്ടും കാണാം. ബൈ ബൈ.